അല്ല. പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരവേ വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടി. 993 രൂപയാണ് സിലിണ്ടറിന് കൂട്ടിയത്. 19 കിലോ സിലിണ്ടറിന്റെ വില 3071 രൂപയായി. പെട്രോൾ, ഡീസൽ വിലയും വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. യുദ്ധം എല്ലാ മേഖലകളെയും ബാധിച്ചുവെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിമാസ റിപ്പോർട്ട്. YS അഭിനന്ദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിനന്ദ്, വെരി ഗുഡ് മോർണിംഗ് അഭിനന്ദ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് 29-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് വില കൂടി വരും. അതിൽ ആദ്യത്തെ വിലക്കയറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറിനാണ്. പൊതുവേ തന്നെ ജീവിക്കാൻ വലിയ ചെലവുകളായിട്ട് ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യം. അതിനിടയിൽ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഇനിയിപ്പോൾ ചായ കുടിക്ക് വില കൂടുന്ന അവസ്ഥയാണ്. ചായക്കും മസാല ദോശയ്ക്കും ഒക്കെ വില കൂടും. ഇനി കഴിഞ്ഞാൽ പെട്രോളിനും ഡീസലിനും വില കൂടാൻ പോകുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ വില കൂട്ടാമല്ലോ അല്ലേ? ആ മട്ടിലാണോ കാര്യങ്ങളുടെ പോക്ക്? പശ്ചിമേഷ്യൻ യുദ്ധം അടുക്കളയിൽ മാത്രമല്ല, നമ്മുടെ റോഡിലും നമ്മുടെ നാട്ടിലും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അരുൺകുമാർ, ഏപ്രിൽ 29-ന് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ വില വർധനമുണ്ടാകുമെന്നും പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ആ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്, തള്ളിക്കളയുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പക്ഷെ അങ്ങനെയല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിമാസ റിപ്പോർട്ടിൽ തന്നെ സൂചന അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏപ്രിലെ ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലാണ് പശ്ചിമേഷ്യൻ സംഘർഷം എല്ലാ തരത്തിലുള്ള മേഖലയും ബാധിച്ചുവെന്നും പെട്രോൾ, ഡീസൽ വില വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. പെട്രോൾ, ഡീസൽ വില വർധനവ് ഉണ്ടായേക്കുമെന്ന്. 29-ാം തീയതി പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുവാൻ കാത്തിരുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് ആദ്യം കൂട്ടിയിരിക്കുന്നത്. 991 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 3071 രൂപ 50 പൈസയായി ഇനി വാണിജ്യ സിലിണ്ടറിന്റെ വില മാറുകയും ചെയ്യും. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. 19 കിലോ സിലിണ്ടറിന്റെ വിലയിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 14.2 കിലോ സിലിണ്ടർ വിലയിൽ യാതൊരു മാറ്റമില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഇരുട്ടടി അത് സിലിണ്ടറിൽ കൂടി നൽകിയിരിക്കുന്നു. ഇനി പെട്രോൾ, ഡീസൽ വില വർധനവ് ഉണ്ടായേക്കുമെന്ന സൂചന പറയുന്നത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 126 രൂപ ഇന്നലെ വർദ്ധിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ UAE അടക്കം പെട്രോൾ വില വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മാസത്തിലെ ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനകത്ത് പശ്ചിമേഷ്യൻ സംഘർഷം സാരമായി തന്നെ എണ്ണ കമ്പനികളെ ബാധിച്ചു. 60 അതായത് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില $60 ആയിരുന്നു അതായത് ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ. ഇപ്പോൾ അത് ഇരട്ടിയും കടന്ന് 126 എത്തുന്നു. സ്വാഭാവികമായിട്ട് പെട്രോൾ, ഡീസൽ വില വർധനവ് ഉണ്ടായേ മതിയാകുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്ത് ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെ ചുവട് പിടിച്ച് എന്തായാലും പെട്രോൾ, ഡീസൽ വില വർധനവ് ഉണ്ടാകുമെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ വില വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചരക്ക് കൂലി വർദ്ധിപ്പിക്കും. ചരക്ക് കൂലി വർദ്ധിപ്പിച്ചാൽ ആവശ്യ സാധനങ്ങൾക്ക് വില കൂടും. ആവശ്യ സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ അടുക്കളയിലും അത് വല്ലാതെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് ഇത് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ വേണമെങ്കിലും വന്ന് പറയാം. ഈ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കുന്നു, സ്വാഭാവികമായിട്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്, എല്ലാ ജനങ്ങളും സഹകരിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള വില വർധനവും അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിടത്താണ് ഇപ്പോൾ ഇരുട്ടടിയായി വില വർധനവ് ഉണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു അഭിനന്ദ് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വില കൂടി തുടങ്ങും. ഇപ്പോൾ ഇന്നിപ്പോൾ പത്രത്തിൽ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. 2012 മുതൽ 2025 വരെയുള്ള 13 വർഷക്കാലം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്നതിന്റെ ഒരു കണക്കുണ്ട്. അരിയുടെയൊക്കെ വില 100%. മട്ടയരിക്കൊക്കെ ഇപ്പോൾ പണ്ട് 27 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 50-56 രൂപയായി. ഇപ്പോൾ മിൽമയുടെ പാലിന്റെ വില 27 രൂപയിൽ നിന്ന് 56 രൂപയായിട്ട് മാറി. വെളിച്ചെണ്ണയുടെ വില 105 രൂപയിൽ കിടന്നിരുന്ന കേര വെളിച്ചെണ്ണ 350 രൂപയിലേക്ക് കൂടിയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അറിയാതെ പോയി. പക്ഷെ വരുമാനം എത്ര കണ്ട് വർദ്ധിച്ചോ അത്ര കണ്ട് വർദ്ധിച്ചിട്ടുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ട്രംപിന്റെ ചില പരാക്രമങ്ങളും ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും കൂടി ഉള്ള ബഡ്ജറ്റ് കൂടി താളം തെറ്റിക്കുന്ന അവസ്ഥയിലാണ്. ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ വരെ എല്ലാം പിടിച്ചു വെച്ചു. ഇലക്ഷന്റെ സമയത്ത് വില കൂടിയാൽ അത് സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമാക്കി മാറും എന്നുള്ളതറിയാം.
993 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്. വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കടകളിൽ ഉണ്ടാക്കുന്നതാണ്, ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപ ഒരു സിലിണ്ടറിന് കൂട്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകളുണ്ട്, 2, 3, 4, 5 സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന കടകളുണ്ട്. 5 സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു കടക്കാരന് അങ്ങനെയാണെങ്കിൽ നഷ്ടം വരാൻ പോകുന്നത് എങ്ങനെയാ? ഒരു ദിവസം 4500 രൂപ അവൻ്റെ വരുമാനത്തിൽ നിന്ന് കുറയും. സ്വാഭാവികമായിട്ടും അവനത് ആരിൽ നിന്ന് ഈടാക്കും? അവിടെ ഒരു കാലിച്ചായ കുടിക്കാൻ പോകുന്ന നമ്മളിൽ നിന്ന് ഈടാക്കും. ചായയുടെ വില കൂടാൻ പോകുന്നു, പൊറോട്ടയുടെയും ബീഫിൻ്റെയും ഒക്കെ വില കൂടാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 993 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കൂടെ വില വർദ്ധിച്ച സമാധാനമായി ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ ട്രംപിനെ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ.